ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വീറ്റ് പൊറോട്ടയുടെ റെസിപ്പി ആയാലോ. ഞാൻ 250 ml 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതൊന്നൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ നോർമൽ വാട്ടർ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇത് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് റോളാക്കി എടുത്തിട്ട് നമ്മൾ ചെറിയ ഉരുളകളാക്കി ഇതിനെ എടുക്കണം. നമുക്ക് 250-ൻ്റെ 2 കപ്പ് മാവ് എടുക്കുമ്പോൾ നമുക്ക് 6 പൊറോട്ടയ്ക്കുള്ള മാവുണ്ട്. ഇത് നമ്മൾ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഉരുട്ടി എടുക്കണം. എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എണ്ണയെല്ലാം മുകളിലേക്ക് വരും. അപ്പോഴേ ഇത് മുങ്ങിക്കിടക്കത്തക്ക പോലെ ഉള്ള എണ്ണ നമുക്ക് കിട്ടും. ഒത്തിരി എണ്ണ അങ്ങ് ഒഴിക്കേണ്ട കേട്ടോ. അന്നേരം എന്തായാലും പൊറോട്ടയ്ക്ക് നല്ല എണ്ണ വേണമല്ലോ. ഇതൊരു 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടെടുത്ത് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടാണ് പരത്തിയെടുക്കുന്നത്. നമ്മൾ പരത്തുന്നതിനിടയ്ക്ക് എണ്ണയൊന്ന് തേച്ച് കൊടുക്കണം. വലുതായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. പരത്തിയെടുത്തതിന് ശേഷം ഇത് നമ്മളൊരു കത്തി ഉപയോഗിച്ചിട്ട് വരഞ്ഞു കൊടുക്കണേ. ഇത് നന്നായിട്ട് അടുപ്പിച്ച് വരഞ്ഞു കൊടുത്താൽ മാത്രമേ നമുക്ക് പൊറോട്ടയ്ക്ക് കുറേ ലെയറുകളായിട്ട് കിട്ടുകയുള്ളൂ. ഇത് നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം 2 സൈഡിൽ നിന്നും റോളുകളാക്കിയിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് വീണ്ടും എണ്ണയിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം നമ്മൾ അതുപോലെ തന്നെ പരത്തിയെടുക്കണം. പരത്തിയെടുത്തിട്ട് ഇതുപോലെ കത്തി ഉപയോഗിച്ചോ പിന്നെ നമ്മുടെ പിസ്സ കട്ടർ ഉപയോഗിച്ചോ ഒക്കെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും റോളുകളാക്കി ഒരു അരമണിക്കൂർ നേരം വീണ്ടും വെച്ചിരുന്നാൽ അത്രയും നല്ലത്. ഇതെല്ലാം റോള് വന്നിട്ട് നമ്മൾ കഴിക്കുന്നതിന് കുറച്ച് മുമ്പ് മാത്രം ഉണ്ടാക്കിയാൽ മതിയാവും. ഇതെല്ലാം ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളിതുപോലെ പരത്തിയെടുക്കണം. ഇതുപോലെ പരത്തി കൈയും കൊണ്ട് തന്നെ, ചപ്പാത്തി പലക പിന്നെ ഉപയോഗിക്കരുത്. അത് കൈയും കൊണ്ട് തന്നെ നമ്മൾ പരത്തി എടുത്തിട്ട് നല്ല ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം. ലോ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇതിങ്ങനെ എടുത്ത് ചുട്ടെടുക്കണം. എന്നിട്ട് നമ്മൾ മൈദ പൊറോട്ട ഉണ്ടാക്കുന്നത് പോലെ അടിച്ച് എടുക്കരുത് കേട്ടോ. ഇതുപോലെ പ്രസ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം പൊടിഞ്ഞു പോകും. നമ്മൾ വീറ്റ് പൊറോട്ടയ്ക്ക് ഇതുപോലെ ഒന്ന് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവൂ. നല്ല ചൂടായതുകൊണ്ട് ഇതിൻ്റെ ലെയർ കാണിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീറ്റ് പൊറോട്ട റെഡിയായി കിട്ടും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.